നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. HSST എക്സാമുകളൊക്കെ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കതിന് മുന്നേ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ എക്സാമുകളേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിലൊരു എക്സാം ആയിരിക്കും ഈ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഠനത്തെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ എല്ലാ മൊഡ്യൂളുകളും കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ റിവിഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഈ ഒരു റിവിഷൻ നടത്തുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്റ്റിംഗ് ഫാക്ട്സുകളും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം തന്നെ പദ്യം എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിലെ ഒരു ചോദ്യമാണ് വരുന്നത്. ഇപ്പോൾ പദ്യത്തിൽ നമുക്കറിയാം പ്രാചീന കവിത മുതൽ ഉത്തരാധുനിക കവിത വരെ വരുന്ന ഭാഗമാണ് പദ്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അത് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പം നമുക്കിവിടെ വന്നിട്ടുള്ള ചോദ്യം രാമചരിതത്തിൽ നിന്നുള്ള ചോദ്യമാണ്. രാമചരിതത്തിലെ ഭാഷ തമിഴാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ്. ഡോക്ടർ KN എഴുത്തച്ഛൻ, ഡോക്ടർ MM പുരുഷോത്തമൻ നായർ, ഉള്ളൂർ, കോവുണ്ണി നെടുങ്ങാടി. 4 ഓപ്ഷനുകളാണുള്ളത്. അപ്പോൾ ഇതിലേതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ഡി ആണ്, കോവുണ്ണി നെടുങ്ങാടിയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. രാമചരിതത്തിലെ ഭാഷ തമിഴാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ആരാണെന്ന് ചോദിച്ചാൽ കോവുണ്ണി നെടുങ്ങാടിയാണ്. അപ്പോൾ രാമചരിതം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി നമ്മളെ സംബന്ധിച്ച് മലയാളം മെയിൻ പഠിച്ച ആളുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. നമുക്കറിയാം ഭാഷയിലെ ആദ്യത്തെ കൃതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് രാമചരിതമാണ്. രാമചരിതം എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നമുക്ക് അതിൻ്റെ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പാട്ടുകാവ്യമാണ്. 14-ാം നൂറ്റാണ്ടിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു രചയിതാവ് എന്ന് പറയുന്നത് അജ്ഞാത കർതൃകമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ കൃതിയുടെ പേര് കൂട്ടി നമ്മൾ അദ്ദേഹത്തെ ചീരാമൻ എന്നാണ് വിളിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തുകാരൻ്റെ പേരിനെ ചൊല്ലിയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. ചീരാമൻ എന്ന് പറയുന്നത് ശിവരാമനാണ്, അല്ലെങ്കിൽ ശ്രീരാമനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഈ രാമചരിതത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ്. യുദ്ധകാന്ഡം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് ഇത് രാമചരിതത്തിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 164 പടലങ്ങളും 1814 പാട്ടുകളുമാണുള്ളത്. നമുക്കെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 164 പടലങ്ങളും അതുപോലെ ഇതിലെ പാട്ടുകളുടെ എണ്ണം 1814 പാട്ടുകളാണുള്ളത്. ഓരോ പടലത്തിലും ഏകദേശം 11ഓളം പാട്ടുകളാണ് ഉൾക്കൊള്ളുന്നത്. ചിലതിൽ 10 ഉണ്ട്, ചിലതിൽ 11 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള ചില പോയിന്റ്സുകൾ. ഇനി നമുക്ക് രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ചാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ചുള്ള 1-2 ഭിന്ന അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ആദ്യം ഗുണ്ടർട്ടിൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സംസ്കൃത അക്ഷരമാലയുടെ അനുപ്രവേശനത്തിനു മുൻപ് നിബന്ധിക്കപ്പെട്ടതാണ് രാമചരിതം. അതായത് സംസ്കൃതം വരുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ളൊരു കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. അത് മലയാള ഭാഷയുടെ പ്രാക്തനതമായ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നു. അപ്പം മലയാള ഭാഷയിലെ ഏറ്റവും പ്രാക്തനം എന്ന് പറഞ്ഞാൽ പഴയത്, ഏറ്റവും പഴയ മലയാള ഭാഷയുടെ ഏറ്റവും പഴയ രൂപത്തെയാണ് അതിൽ പ്രദർശിപ്പിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഗുണ്ടർട്ട് പറയുന്നത്. ഇനി ഗോപിനാഥറാവു പറയുന്നത് ഇതൊരു തമിഴ് കാവ്യമാണോ മലയാള കാവ്യമാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാമചരിതത്തിലെ ഭാഷ തമിഴാണ് എന്ന് പറഞ്ഞത്
ഉണ്ണി നെടുങ്ങാടിയാണ്. തമിഴാണോ മലയാളമാണോ ശരിക്കും ഇതിലുള്ളത് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? അത് ഗോപിനാഥ റാവു ആണ്. ഓക്കെ. ഇനി ഉള്ളൂരിന്റെ അഭിപ്രായം കേൾക്കാം. രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ രാമചരിതം അത് ഏത് കാലത്താണോ ഉണ്ടായത്, നമ്മൾ പറഞ്ഞു 14-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ആ 14-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന മലയാളമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ആര് പറയുന്നത്? ഉള്ളൂര് പറയുന്നത്. ഓക്കെ. ഇനി ഉണ്ണിക്കിടാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആള് പറഞ്ഞിട്ടുള്ളത് സംസ്കൃത പദങ്ങളും ദിഗ്ഭാഷയായി മലയാള പദങ്ങളും കലർന്ന തമിഴ് കാവ്യമാണ് രാമചരിതം. ഓക്കെ. അപ്പൊ രാമചരിതം ഒരു തമിഴ് കാവ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ആര്? ഉണ്ണിക്കിടാവ്. ഓക്കെ. നമുക്ക് ഓപ്ഷനിൽ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ട്ടോ. അപ്പൊ ഈ ഒരു രാമചരിതം എന്ന് പറഞ്ഞുള്ള കൃതിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങള് സാഹിത്യ ചരിത്രങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കുന്നതാവും കുറച്ചുകൂടി നന്നായിരിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക. ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചന്ദ്രോത്സവം എന്ന് പറയുന്നത് ഒന്നാമത്തെ യൂണിറ്റ് തന്നെയാണ് എന്ന് തോന്നും. അല്ലെ? കറക്റ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റ് തന്നെയാണ്. ചന്ദ്രോത്സവം എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പ്രാചീന കവിതാ ഭാഗത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു കൃതിയാണ് ചന്ദ്രോത്സവം എന്ന് പറയുന്നത്. പക്ഷെ ആ കൃതി പ്രസിദ്ധീകരിച്ച മാസികയാണ് ചോദിച്ചത്. മാസികകളൊക്കെ നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റിലാണ്. അതായത് ഗദ്യം എന്നാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ യൂണിറ്റ് പോലെ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒത്തിരി വ്യത്യസ്ത ഗദ്യ വിഭാഗങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ആ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ നോവലുണ്ട്, ചെറുകഥയുണ്ട്. ഈ 2 ടോപ്പിക്കുകൾ തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിനോടൊപ്പം തന്നെ സഞ്ചാര സാഹിത്യം, ആത്മകഥ, ജീവചരിത്രം, അതുപോലെ തന്നെ മാധ്യമ പഠനം തുടങ്ങിയ പ്രധാനപ്പെട്ടിട്ടുള്ള ശാസനങ്ങൾ പോലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾക്കൊള്ളുന്ന 2 യൂണിറ്റുകളാണ് യൂണിറ്റാണ് രണ്ടാമത്തെ യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. നമുക്ക് എത്ര ചോദ്യങ്ങൾ വരാനും അതുപോലെ തന്നെ ഏത് ചോദ്യങ്ങൾ വരാനും സാധ്യതയുള്ള 2 യൂണിറ്റുകളാണ് ഈ 2 യൂണിറ്റ്. അപ്പോൾ അത് അത്രയും വാസ്റ്റ് ആയിട്ട് തന്നെ അല്ലെങ്കിൽ അത്രയും വൈഡ് ആയിട്ട് തന്നെ അതിലെ പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക കവനോദയം, വിദ്യാവിലാസിനി, കവന കൗമുദി, വിദ്യാവിനോദിനി. അതായിരിക്കും ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കവനോദയമാണ്. കവനോദയം മാസികയെ കുറിച്ച് പറയാം. കടത്തനാട്ട് ഉദയവർമ്മൻ അദ്ദേഹമാണ് ഇതിന്റെ ഉടമ. കടത്തനാട്ട് ഉദയവർമ്മൻ അദ്ദേഹമാണ് ഇതിന്റെ ഉടമ എന്ന് പറയുന്നത്. പ്രാചീന കൃതികൾ പ്രസിദ്ധീകരിക്കുകയാണ് ഈ ഒരു മാസികയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. പ്രാചീന കൃതികൾ പ്രസിദ്ധീകരിക്കുകയാണ് കവനോദയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ചന്ദ്രോത്സവം ഒരു പ്രാചീന കൃതിയാണല്ലോ. അതുപോലെ തന്നെ ഈ കവനോദയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മറ്റ് കൃതികളാണ് ഭാരതം ചമ്പു, രാമായണം ചമ്പു, ചെല്ലൂർ നാദോദയം, ദക്ഷയാഗം തുടങ്ങിയവയൊക്കെ ഈ കവനോദയം മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികളാണ്. ഓക്കെ. അടുത്തത് നമുക്ക് ഓപ്ഷനിലുള്ള തന്നെ മറ്റൊരു മാസിക നോക്കാം. കവന കൗമുദി പൂർണ്ണമായും പദ്യരൂപത്തിൽ അച്ചടിച്ചിട്ടുള്ള മാസികയാണ് കവന കൗമുദി എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായും കവിതാരൂപത്തിൽ അതിൽ കൊടുക്കുന്ന എല്ലാ കണ്ടന്റുകളും എങ്ങനെയാണ് കവിതാരൂപത്തിലാണ് അച്ചടിക്കുന്നത്. ഇതിന്റെ ഉടമ പന്തളത്ത് കേരളവർമ്മയാണ്. പന്തളത്ത് കേരളവർമ്മ 1904 ഈ മാസിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഓക്കെ. ഇനി
സുവർണരത്നപ്രഭ പ്രസ്സിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആദ്യമായിട്ട് ഒരു വിശേഷാൽ പ്രതി ആരംഭിച്ചിട്ടുള്ള മാസികയാണ് കവനകൗമുദി എന്ന് പറയുന്നത്. ആ വിശേഷാൽ പ്രതിയുടെ പേരാണ് ഭാഷാവിലാസം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഒരു വിശേഷാൽ പ്രതി അതായത് വിശേഷപ്പെട്ടിട്ടുള്ള ഒരു ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന മറ്റൊരു ഭാഗം. ഇപ്പൊ നമ്മളിപ്പോ പത്രത്തിലൊക്കെ ആണെങ്കിൽ വാരാന്ത പതിപ്പ്, പഠിപ്പുര അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഈ മാസികയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിശേഷാൽ പ്രതിയാണിത് ഭാഷാവിലാസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് വിദ്യാവിനോദിനിയാണ്. വിദ്യാവിനോദിനി നമുക്കറിയാം 1889 വിദ്യാവിനോദിനി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. CP അച്യുതമേനോനാണ് ഈ വിദ്യാവിനോദിനിയുടെ ആള് എന്ന് പറയുന്നത്. ഒക്കെ അദ്ദേഹമാണ് വിദ്യാവിനോദിനി കൊണ്ടുവന്നത്. കേരള കൽപ്പദ്രുമം അച്ചുകൂടത്തിലാണ് വിദ്യാവിനോദിനി പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, കേരള കൽപ്പദ്രുമം അച്ചുകൂടത്തിലാണ് എന്ന് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു വിദ്യാവിനോദിനി പ്രസിദ്ധീകരിക്കുന്നത്. പുതിയ കൃതികളെ പരിശോധിക്കുന്നതിന് പുസ്തക പരിശോധന എന്നൊരു പങ്ക്തിയുള്ള മാസികയാണ് ഇത് വിദ്യാവിനോദിനി എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ കൃതികളെ പരിശോധിക്കുന്നതിന് പുസ്തക പരിശോധന എന്നൊരു പങ്ക്തിയുള്ള മാസികയാണ് വിദ്യാവിനോദിനി എന്ന് പറയുന്നത്. സഹപത്രാധിപരാണ് ഇതിന്റെ വിദ്യാവിനോദിയുടെ സഹപത്രാധിപരാണ് വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ. സഹപത്രാധിപരായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള വാസനാവികൃതി, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായിട്ടുള്ള വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനിയിലാണ്. എന്തുകൊണ്ടാണ് ഇതിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ കാരണം? വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ ഈ വിദ്യാവിനോദിനിയുടെ സഹപത്രാധിപരായിരുന്നു. ഇനി അതുപോലെ തന്നെ അപ്പോ നെടുങ്ങാടി, TK കൃഷ്ണമേനോൻ, പള്ളിയിൽ ഗോപാലമേനോൻ ഇവരൊക്കെ ഇതിന്റെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് കൃതികൾ നമുക്ക് നോക്കണം. അതിൽ ആദ്യത്തേത് നമ്മൾ പറയുന്നത് വാസനാവികൃതിയാണ് വിദ്യാവിനോദിനി പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കൃതി. ഇനി മറ്റു കൃതികളൊന്നും നോക്കാം. മലയവിലാസം, കവി മൃഗാവലി, നല്ല ഭാഷ, ലക്ഷണാസംഘം, വിക്രമോർവശീയം, ആസന്ന മരണ ചിന്താശതകം, അന്യാപദേശ ശതകം, ഫൽഗുനവീര്യം, മാളവികാഗ്നിമിത്രം എന്നീ കൃതികളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഏതിലാണ്? വിദ്യാവിനോദിനിയിലാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വിദ്യാവിലാസിനിയാണ്. വിദ്യാവിലാസിനിയുടെ പ്രത്യേകത എന്താണ്? പ്രഥമ സാഹിത്യ മാസികയാണ്. പ്രഥമ സാഹിത്യ മാസികയാണ് ഏത്? വിദ്യാവിലാസിനി. ഓക്കെ, അപ്പൊ പ്രഥമ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി എന്ന് പറയുന്നത്. കേരളോദയം അച്ചുകൂടത്തിലാണ് വിദ്യാവിലാസിനി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പിന്നെ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൃതികളാണ് കേരളവർമ്മയുടെ ശാകുന്തളം വിവർത്തനം, അതുപോലെ P. ഗോവിന്ദപിള്ളയുടെ ഭാഷാ ചരിത്രം തുടങ്ങിയവയൊക്കെ വിദ്യാവിലാസിനിയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നമ്മുടെ ദൃശ്യകല എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ദൃശ്യകലയിൽ തന്നെ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ദൃശ്യകലയിൽ നമുക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്നത് ആട്ടക്കഥ, കഥകളി, അതുപോലെ തന്നെ തുള്ളലും, നാടകം, സിനിമ. ഈ 4 ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് കൂടിയാട്ടം അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷെ അത്തരം ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വളരെ കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. ആട്ടക്കഥയായിരുന്നാലും അതുപോലെ തന്നെ തുള്ളലായിരുന്നാലും സിനിമ, നാടകം ഈ ഭാഗത്തു നിന്നൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ആവർത്തിച്ചും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതാണ് ഫോക്കസ് ഏരിയ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഈ ഭാഗങ്ങളിൽ നിന്ന് എന്നുള്ളത്. നമുക്ക് നോക്കാം. തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി ആവിഷ്കരിച്ചത് ആര്? അപ്പൊ ഇതൊരു നാടക വേദിയാണ് തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്രൗര്യ നാടകവേദി എന്നാണ് പറയുന്നത്. ക്രൗര്യ നാടകവേദി.
ക്രൗര്യ നാടകവേദി എന്നാണ് പറയുന്നത്. അപ്പൊ ക്രൗര്യ നാടകവേദി ആവിഷ്കരിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അന്റോണിയൻ അർത്തോഡ്, ഇബ്സൺ, ബ്രഹത്ത്, സാമുവൽ ബക്കറ്റ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അന്റോണിയൻ അർത്തോഡ് എന്നും പറയുന്നുണ്ട്, അർത്താട് എന്നും. ഓക്കെ, എന്തായാലും ആ പേര് ഓർത്ത് വെക്കുക. നമ്മള് വിവർത്തനം ചെയ്യുന്ന സമയത്ത് പ്രൊനൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അന്റോണിയൻ അർത്തോഡ് അല്ലെങ്കിൽ അർത്താട് എന്നതാണ് ആളാണ്. ഈ ക്രൗര്യ നാടകവേദിയുടെ വക്താവ് എന്ന് പറയുന്നത് 1932 ഈ ക്രൗര്യ നാടകവേദി ആരംഭിക്കുന്നത്. കൂടുതലൊന്നും ഇതില് പറയാനില്ല. പ്രധാനമായിട്ട് അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് മൃഗീയ വാസനകൾ പോലും വേദിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത്. എത്ര ക്രൗര്യം എന്ന് പറഞ്ഞാൽ ക്രൂരത എന്നുള്ളതാണ് അത് അർത്ഥം, അല്ലെ? അപ്പൊ ഈ എത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ പോലും വേദിയിൽ അവതരിപ്പിക്കുന്ന നാടകവേദിയാണ് ഏത് ഈ ക്രൗര്യ നാടകവേദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് നമുക്ക് ഓപ്ഷനിലുള്ള ആള് നോക്കാം. സാമുവൽ ബക്കറ്റ് നോക്കാം. ഓക്കെ, സാമുവൽ ബക്കറ്റ് വക്താവായിട്ട് വരുന്ന നാടകവേദി എന്ന് പറയുന്ന അസംബന്ധ നാടകവേദിയാണ്. അസംബന്ധ നാടകവേദി അല്ലെങ്കിൽ നമ്മൾ പറയാം അബ്സേർഡ് നാടകങ്ങൾ എന്ന് പറയുന്നുണ്ട്. അബ്സേർഡ് നാടകങ്ങൾ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസംബന്ധ നാടകം എന്ന് പറയാം, അല്ലെങ്കിൽ അസംഗത നാടകം എന്നും പറയുന്നുണ്ട്. അസംഗത നാടകം. ഓക്കെ, അപ്പോ സാമുവൽ ബക്കറ്റ് ആണ് പ്രധാനമായിട്ടും ഇതിന്റെ വക്താവായിട്ട് വരുന്ന ആള്. ഇതില് അസംബന്ധ നാടകം എന്ന് പറഞ്ഞാല് നമ്മളെ സാധാരണഗതിയില് സുഘടിതമായിട്ടുള്ള നാടകങ്ങളെയൊക്കെ ലംഘിക്കുന്ന തരത്തിലുള്ള നാടകമാണ് അസംബന്ധ നാടകം എന്ന് പറയുന്നത്. പരസ്പര ബന്ധമില്ലാത്ത പോലെ നമുക്ക് അത് വായിക്കുന്ന സമയത്ത് തോന്നും. ഓക്കെ, അതുപോലെ തന്നെ നാടകത്തിലെ സംഘർഷ സങ്കല്പത്തെ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു നാടകവേദിയാണ് സംബന്ധ നാടകവേദി എന്ന് പറയുന്നത്. നാടകത്തിന് സുഘടിതമായിട്ടുള്ള ഒരു ഘടനയോ അതിന് യോജിച്ച കഥാപാത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ യുക്തിരഹിതമായിട്ടാണ് ഇത്തരം നാടകങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാണികളിൽ മനഃപൂർവ്വമായിട്ട് അമ്പരപ്പും വെറുപ്പും ഒക്കെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നാടകങ്ങളാണ് ഈ അസംബന്ധ നാടകങ്ങൾ എന്ന് പറയുന്നത്. സാമുവൽ ബക്കറ്റിനോടൊപ്പം തന്നെ യൂജിൻ അയനെസ്കോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയുണ്ട്. അപ്പൊ യൂജിൻ അയനെസ്കോവും സാമുവൽ ബക്കറ്റുമാണ് ഈ ഒരു അസംബന്ധ നാടക രീതി മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകൾ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സാമുവൽ ബക്കറ്റിന്റെ തന്നെ ഗോദോയെ കാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നാടകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള നാടകമാണ് ഗോദോയെ കാത്ത് എന്ന പേരിൽ. കടമ്മനിട്ട രാമകൃഷ്ണനാണ് ഇത് നമ്മൾക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നാടകം അസംബന്ധ നാടകങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ജി ശങ്കരപിള്ളയുടെ മണൽത്തരി, രക്ഷാപുരുഷൻ, അതുപോലെ തന്നെ NN പിള്ളയുടെ ആ മരം, ഇതൊക്കെ എന്താണ് ഈ സംബന്ധ നാടകത്തിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ യൂജിൻ അയനെസ്കോവിന്റെ കുറച്ച് നാടകങ്ങളുടെ പേര് കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി പറയാം. അമീദിന്, റൈനോസെറസ്, കസേരകള്, ആൽബിയുടെ മൃഗശാലക്കഥ, ഇതൊക്കെ യൂജിൻ അയനെസ്കോവിന്റെ നാടകങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്തരം നാടകങ്ങൾ നമുക്ക് സംബന്ധ നാടകങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാവുന്ന നാടകങ്ങളാണ് കേട്ടോ. ഇനി ഇതിൽ തന്നിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ ബ്രത്ത് ആണ്. ബ്രത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് വിവർത്തനം ചെയ്യുന്നതിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോ എന്ത് വരാം, ഈ ഒരു പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം വരാം. അപ്പൊ ബെർത്തോൾഡ് ബ്രത്ത് അല്ലെങ്കിൽ ബ്രഹത്ത് എന്ന് പറയുന്ന ആള്, അദ്ദേഹമാണ് എപ്പിക് തിയേറ്ററിന്റെ അല്ലെങ്കിൽ എപ്പിക് നാടകങ്ങള് അതിന്റെ വക്താവ് എന്ന് പറയുന്നത് ബെർത്തോൾഡ് ബ്രത്താണ്. ബെർത്തോൾഡ് ബ്രത്ത്. ഓക്കെ, അപ്പൊ ബെർത്തോൾഡ് ബ്രത്തിന്റെ ഈ ഒരു എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞാലും നാടകവും അനുവാചകനും തമ്മിലുള്ള
താദാത്മ്യം ഇല്ലാതാക്കുകയാണ് ഇത്തരം നാടകങ്ങളുടെ ലക്ഷ്യം. എപ്പിക് നാടകങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നാടകവും അനുവാചകനും തമ്മിലുള്ള താദാത്മ്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. കഥാർസിസിനെതിരെയുള്ള സങ്കല്പമാണ് ഈ എപ്പിക് തിയേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1128 ക്രൈം 27 എന്ന് പറഞ്ഞിട്ടുള്ള CJ തോമസിന്റെ നാടകമാണ് നമുക്ക് മലയാളത്തിൽ എപ്പിക് തിയേറ്ററിന് ഉദാഹരണമായിട്ട് പറയാവുന്ന നാടകം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു നാടകം, നമുക്ക് മുൻപൊരു ചോദ്യം നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് തന്നെ വന്നിട്ടുള്ള മുമ്പൊരു ചോദ്യം വന്നിട്ടുള്ളത് ദരിദ്ര നാടകവേദി എന്ന് പറഞ്ഞിട്ടുള്ള നാടകവേദി. ഈ നാടകവേദിയുടെ വക്താവ് ആരാണ് എന്നുള്ളൊരു ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആള് ജെഴ്സി ഗ്രദോവ്സ്കി ആണ്. ജെഴ്സി ഗ്രദോവ്സ്കി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നാടകവേദിയാണ് ദരിദ്ര നാടകവേദി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ നാടകത്തിന്റെ വക്താക്കൾ ആരാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഇനി ഈ യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു, ആട്ടക്കഥ ഇമ്പോർട്ടന്റ് ആണ്. ആട്ടക്കഥയുടെ ഭാഗത്തു നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് നോക്കുക. അതുപോലെ തുള്ളല് നമ്മൾ ഓട്ടൻ തുള്ളലായാലും പറയൻ തുള്ളലായാലും ശീതങ്ങം തുള്ളലായാലും ഓരോന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓരോ തുള്ളൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികൾ ഏതാണ് എന്നുള്ളത്. അപ്പൊ ഒറ്റപ്പെട്ടത് ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കത് തിരിച്ചറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് സാമാന്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അടുത്ത യൂണിറ്റിലെ ചോദ്യം ഏതാണ് എന്ന് നോക്കാം. അടുത്ത യൂണിറ്റ് കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്, 4ാം യൂണിറ്റ്. സാധാരണഗതിയിൽ അധികം ചോദ്യങ്ങൾ വരാത്ത ഒരു യൂണിറ്റ് ആണ് 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ തന്നെ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതില് ഒരു ആവർത്തന ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള മുന്നേറ്റങ്ങൾ, ഈ മുന്നേറ്റങ്ങളുടെ വർഷവും മുന്നേറ്റങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളതാണ് സാധാരണഗതിയിൽ സ്ഥിരമായി ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മുന്നേറ്റങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ടിട്ടുള്ള മുന്നേറ്റങ്ങളെ കുറിച്ച് മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നും അതുപോലെ തന്നെ അതിന്റെ വർഷവും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ചോദ്യം പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള കുറെ മുന്നേറ്റങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ആറ്റിങ്ങൽ കലാപം ആദ്യം തന്നിട്ടുള്ളത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്. അതുപോലെ അത് നടന്നിട്ടുള്ള വർഷവും. ഓക്കെ, ആറ്റിങ്ങൽ കലാപം, നായർ പട്ടാളം ലഹള, ചാന്നാർ ലഹള, കുറിച്യർ ലഹള. നമുക്ക് എളുപ്പം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആറ്റിങ്ങൽ കലാപം വരുന്നത് 1721 ആറ്റിങ്ങൽ കലാപം വരുന്നത്. 5 എന്ന് വരുന്ന ഓപ്ഷൻ, 2 ഓപ്ഷനുകളാണുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ബിയും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, 2 ഓപ്ഷനുകളാണ് നമ്മളെ സംബന്ധിച്ച് വരുന്നത്. നായർ പട്ടാളം ലഹള. ഓക്കെ, അപ്പൊ നായർ പട്ടാളം ലഹള നമുക്കറിയില്ല, നമ്മൾക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു മുന്നേറ്റമാണ് നായർ പട്ടാളം ലഹള എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാന്നാർ ലഹളയും കുറിച്യർ ലഹളയുമാണുള്ളത്. അപ്പൊ കുറിച്യർ ലഹള നമുക്കറിയാം 1812 കുറിച്യർ ലഹള നടക്കുന്നത് എന്നുള്ളത്. കുറിച്യർ ലഹള 1812 D1 എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് നോക്കാം. അപ്പൊ A5 D1 എന്ന് വരുന്ന ഓപ്ഷൻ A ആണ്. ഇനി നമുക്ക് ബി നോക്കാം. B4 എന്നാണ് വരുന്നത്. B4 എന്ന് പറയുമ്പോൾ 1804 വരുന്നത്. ചാന്നാർ ലഹള 1858. ഓക്കെ, 58, 59 കേട്ടോ, 2 വർഷം ഉണ്ട്. അപ്പൊ ഏത് 58 ആണെങ്കിൽ 58 ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. 58, 59 എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ 58 ആണെങ്കിൽ 58, 59 ആണെങ്കിൽ 59, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം,
ചേരുംപടി ചേർക്കും. ഓക്കെ. അപ്പൊ ചേരുംപടി ചേർക്കുന്ന ചോദ്യം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന സമയലാഭമുള്ള ചോദ്യമാണ്. കാരണം നമുക്ക് ഒന്നോ രണ്ടെണ്ണോ അറിയാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് മുന്നേറ്റങ്ങളും അതിന്റെ വർഷവും ഒന്ന് നോക്കാം. നമ്മൾ മുന്നേറ്റങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്ന മുന്നേറ്റം ഉദയംപേരൂർ സുനഹദോസ് ആണ്. ഞാൻ അതെന്താണ് എന്നൊന്നും പറയുന്നില്ല. പ്രധാനപ്പെട്ട വർഷം മാത്രം പറയാം. ഉദയംപേരൂർ സുനഹദോസ് 1599 ഉദയംപേരൂർ സുനഹദോസ് നടക്കുന്നത്. അതുപോലെ അതിന്റെ തുടർച്ചയായി നടക്കുന്നതാണ് കൂനൻകുരിശ് പ്രതിജ്ഞ. കൂനൻകുരിശ് പ്രതിജ്ഞ 1653 നടക്കുന്നത്. 1653. പിന്നെ നമ്മൾ ചാന്നാർ ലഹള പറഞ്ഞു. 1858 അല്ലെങ്കിൽ 59 എന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി മലയാളി മെമ്മോറിയൽ ആണ് പിന്നെ അതിന്റെ തുടർച്ചയായിട്ട് വരുന്നത്. 1891 മലയാളി മെമ്മോറിയൽ വരുന്നത്. 1896 ഈഴവ മെമ്മോറിയൽ വരുന്നുണ്ട്. 1896 ഈഴവ മെമ്മോറിയൽ. ഓക്കെ. ഈ വർഷം ഇതേ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ വരുന്നത് 1890 തന്നെ 91 തന്നെയാണ് എതിർ മെമ്മോറിയലും വരുന്നത് കേട്ടോ. അപ്പൊ മലയാളി മെമ്മോറിയലിന്റെ എതിരായിട്ട് വന്ന മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് 96 ഈഴവ മെമ്മോറിയൽ വരുന്നത്. ഓക്കെ. ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നീട് നമുക്ക് വരുന്നത് മലബാർ കലാപമാണ്. 1921 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വർഷമാണ്. പിന്നീട് വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം വരുന്നുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. 932 31 കഴിഞ്ഞ് പിന്നെ 32 വരുന്നത്. 932 നിവർത്തന പ്രക്ഷോഭം ട്ടോ. 932 നിവർത്തന പ്രക്ഷോഭം. 936 ക്ഷേത്രപ്രവേശന വിളംബരം. അതുപോലെ തന്നെ 946 പുന്നപ്ര വയലാറ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. പിന്നെ അതിൽ വരുന്നത് പഴശ്ശി വിപ്ലവം വരുന്നുണ്ട്. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ട്, രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ട്. 793 മുതൽ 805 വരെയാണ് പഴശ്ശി വിപ്ലവം വരുന്നത്. അതിൽ 1793 മുതൽ 1797 വരെ ഒന്നാം പഴശ്ശി വിപ്ലവവും 1800 മുതൽ 805 വരെ രണ്ടാം പഴശ്ശി വിപ്ലവമാണ് വരുന്നത്. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 941 കയ്യൂർ സമരം, 47 പാലിയം സത്യാഗ്രഹം, 959 വിമോചന സമരം. ഓക്കെ. അപ്പൊ ഇത്രയും നിങ്ങളൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക. ഈ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതുപോലെ ഈ ചേരുവടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത യൂണിറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. അടുത്തത് നമ്മളെപ്പോഴും പറയുന്നതാണ് സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കവി, കാവ്യം, സഹൃദയൻ, അതുപോലെ തന്നെ കൃതികള്, ഇത്രയും കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്കതിൽ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന സമയത്ത് രസസിദ്ധാന്തത്തിന്റെ രസസിദ്ധാന്തത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് സിദ്ധാന്തങ്ങൾ ഏറ്റവും എളുപ്പമാണ്. നമുക്ക് വ്യാകരണം പോലെ പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത്. കവി, കാവ്യം, സഹൃദയൻ, ഈ ഭാഗത്തു നിന്നുള്ള നിർവചനങ്ങള്, അതുപോലെ കൃതികള്, നമ്മൾ പഠിക്കുന്ന സൈദ്ധാന്തികർക്കൊക്കെ ഓരോ കൃതികളുണ്ട്. അപ്പൊ ആ കൃതികളുടെ പേരുകള്, ഇതൊക്കെ എന്താണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കാം. ദശഗംഗാധരത്തിന്റെ കർത്താവാര്. നമുക്ക്
ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇത്ര സിമ്പിൾ ആണ് എന്ന് തോന്നുമെങ്കിലും ചിലപ്പോൾ നമുക്ക് മാറിപ്പോകാവുന്ന എത്ര സിമ്പിൾ ആയിരുന്നാലും ഒരു നിമിഷത്ത് നമ്മളെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് മാറിയാലോ ചുറ്റിപ്പോവാവുന്ന ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. ദശഗംഗാധരത്തിന്റെ കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഭാമഹൻ, ദണ്ഡി, ജഗന്നാഥ പണ്ഡിതർ, കുന്തകൻ. ജഗന്നാഥ പണ്ഡിതരാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. രസഗംഗാധരം അതിൽ തന്നെ ജഗന്നാഥ പണ്ഡിതരുടെ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ ഒരു ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് കൃതികൾ കൂടി പരിചയപ്പെടാം. നാട്യശാസ്ത്രം നമുക്കറിയാം, ഭരതമുനിയാണ് നാട്യശാസ്ത്രം എഴുതിയിട്ടുള്ളത്. നാട്യശാസ്ത്രത്തിന്റെ മറ്റൊരു പേരാണ് ഷഡ്സാഹശ്രീ എന്ന് പറയുന്നത്. 6000 ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിനെ ഷഡ്സാഹശ്രീ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഷഡ്സാഹശ്രീ എന്ന് വിളിക്കുന്നത് 6000 ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ക്ലിയർ. ഇനി ഭാമഹന്റെ കൃതിയാണ് കാവ്യാലങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ കാവ്യാലങ്കാരം എന്ന പേരിൽ ഭാമഹനും എഴുതിയിട്ടുണ്ട്, രുദ്രടനും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരേ പേരിൽ എഴുതിയ കൃതികൾ ആരൊക്കെയാണ് എഴുതിയത് എന്നുള്ളത് ഒരുമിച്ച് തന്നെ ഓർത്ത് വെക്കുന്നതാവും നന്നാവുക. കാവ്യാലങ്കാരം ഭാമഹനും രുദ്രടനും ഉണ്ട്. അതുപോലെ കാവ്യാദർശം ദണ്ഡി, ദർശത്തിൽ ദായില്ലേ, അപ്പൊ ദർശം ദണ്ഡി എന്ന് ഓർത്ത് വെക്കുക. കാവ്യാദർശം ദണ്ഡി. ഇനി കാവ്യാലങ്കാര സംഗ്രഹം ഉദ്ഭടൻ, കാവ്യാലങ്കാര സംഗ്രഹം ഉദ്ഭടൻ. ഇപ്പൊ കാവ്യാലങ്കാരം എന്ന് പറഞ്ഞ കൃതി ഭാമഹൻ, രുദ്രടൻ. കാവ്യാലങ്കാര സംഗ്രഹമാണെങ്കിൽ ആരാണ്? ഉദ്ഭടൻ. ഇനി കാവ്യാലങ്കാര സൂത്രം അല്ലെങ്കിൽ സൂത്രവൃത്തി എന്ന് പറയും. കാവ്യാലങ്കാര സൂത്രവൃത്തി, വൃത്തിയിൽ എന്തുണ്ട്? വാ ഉണ്ട്. അപ്പൊ വാമൻ. കാവ്യാലങ്കാര സൂത്രവൃത്തി വാമൻ. അപ്പൊ കാവ്യാലങ്കാരം എന്ന് തുടങ്ങുന്ന പേരുകളുള്ള 3 കൃതികളാണ് പഠിച്ചത്. കാവ്യാലങ്കാരം എന്ന പേരിൽ ഭാമഹൻ, രുദ്രടനും എഴുതിയിട്ടുള്ള കൃതികൾ. ഒരുമിച്ച് എഴുതിയ കൃതികളല്ല, രണ്ടാളും സെപ്പറേറ്റ് എഴുതിയ കൃതികളാണ് കേട്ടോ. ഇനി കാവ്യാലങ്കാര സംഗ്രഹം എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ഉദ്ഭടന്റെ കൃതി. കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി വാമനന്റെ കൃതി. അതുപോലെ തന്നെ ധ്വന്യാലോകം ആനന്ദവർദ്ധനൻ, അഭിനവഗുപ്തന്റെ അഭിനവ ഭാരതിയും ധ്വന്യാലോക ലോചനവും, കാവ്യ കൗതുകം എന്ന പേരിൽ ഭട്ടതൗതൻ, കാവ്യ കൗതുകം എന്ന പേരിൽ ഭട്ടതൗതൻ, ഭട്ടനായകന്റെ ഹൃദയദർപ്പണം, ഭട്ടനായകന്റെ ഹൃദയദർപ്പണം, രാജശേഖരന്റെ കാവ്യമീമാംസ, ധനഞ്ജയന്റെ ദശരൂപകം, കുന്തകന്റെ വക്രോക്തി ജീവിതം, മഹിമഭട്ടന്റെ വ്യക്തിവിവേകം, മമ്മടന്റെ കാവ്യപ്രകാശം, അതുപോലെ ക്ഷേമേന്ദ്രന്റെ ഔചിത്യ വിചാര ചർച്ച, ഭോജന്റെ ശൃംഗാരപ്രകാശം, അതുപോലെ തന്നെ രുയ്യകൻ എഴുതിയിട്ടുള്ള അലങ്കാര സർവസ്വം, ഹേമചന്ദ്രന്റെ കാവ്യാനുശാസനം, വാഗ്ഭടന്റെ വാഗ്ഭടാലങ്കാരം, ജയദേവന്റെ ചന്ദ്രാലോകം, വിദ്യാധരന്റെ ഏകാവലി, വിദ്യാനാഥന്റെ പ്രതാപരുദ്രീയം, വിശ്വനാഥന്റെ സാഹിത്യദർപ്പണം, മേൽപ്പത്തൂരിന്റെ പ്രക്രിയാ സർവസ്വം, പ്രഭാകര ഭട്ടന്റെ രസപ്രദീപം, കേശവമിത്രന്റെ അലങ്കാര ശേഖരം. ഇതൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള സൈദ്ധാന്തിക കൃതികളാണ്. പിന്നെ ഇതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളത് കവി എന്താണ്, കാവ്യം എന്താണ്, സഹൃദയൻ എന്താണ്, കവി, കാവ്യം, കാവ്യഹേതുക്കളൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. ഞാൻ ഋഷി കവി, അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്നൊക്കെ തുടങ്ങുന്ന ഈ ശ്ലോകങ്ങൾ എന്താണ് കവി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കാവ്യത്തിലാണെങ്കിൽ ശബ്ദാർത്ഥവും സഹിതവും കാവ്യം, ശബ്ദാർത്ഥവും കാവ്യം, കാവ്യം ഗ്രാഹ്യമലങ്കാരാത് ഗുണവദലങ്കൃത ച വാക്യമേവം കാവ്യം, വാക്യം രസാത്മകം കാവ്യം, രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറുകളായി ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കാവ്യഹേതുക്കൾ പറയുന്ന സമയത്ത് പ്രതിഭ,
കാരയിത്രി, പ്രതിഭയെ കാരയിത്രി, ഭാവയിത്രി എന്ന് തിരിച്ചതാര് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നോക്കാം. ഇനി അടുത്തത് ലാസ്റ്റിലെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് വ്യാകരണം അതുപോലെ തന്നെ ഭാഷാശാസ്ത്രം ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യൂണിറ്റ് ആണ് ലാസ്റ്റിലെ 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതില് വ്യാകരണത്തിൽ നമുക്ക് ARന്റെ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ ചോദിക്കുന്ന സന്ധി, സമാസം, അതുപോലെ തന്നെ നാമം, കൃതി, ഭേദകം, അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് നമ്മളെപ്പോഴും കേട്ടറ്റിനൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ വളരെ കുറച്ച് മാത്രമാണ് വ്യാകരണത്തിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന ഭാഗം എന്ന് പറയുന്നത് സന്ധിയുമായി ബന്ധപ്പെട്ട് ലീലാതിലകത്തിലെ സൂത്രങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ലീലാതിലകത്തിലെ സൂത്രങ്ങൾ ഇപ്പൊ ലോപശ്ച എന്നൊക്കെ പറയുന്ന നഷ്ടസ്യട, സമാസേ ചാഞ്ഞാദീനാം എന്നൊക്കെ തുടങ്ങുന്ന ലീലാതിലക സൂത്രങ്ങൾ. ഈ സൂത്രങ്ങൾ ചോദിച്ചിട്ട് ഇതിന് ഇതിന്റെ ഉദാഹരണം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഉദാഹരണം തന്നിട്ട് അതിന് പറ്റിയ സൂത്രം ഏതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ് വ്യാകരണത്തിൽ. ഓക്കെ, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ആശ്രിത രൂപിമത്തിന് ഉദാഹരണം മല, കൺ, ച, കൾ. അപ്പൊ എന്താണ് രൂപിമം എന്ന് പറയുന്നത്? രൂപിമം എന്ന് പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള ഒരു പദത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു പദമോ അല്ലെങ്കിൽ പ്രത്യയത്തിനെയോ ആണ് നമ്മൾ എന്ത് പറയാ, രൂപിമം എന്ന് പറയുന്നത്. ഓക്കെ, അർത്ഥവത്തായിട്ടുള്ള പദങ്ങളോ പ്രത്യയങ്ങളോ ഒക്കെ നമുക്ക് എന്താണ്, രൂപിമങ്ങൾ തന്നെയാണ്. ഞാൻ എന്താണ് എന്റെ പേര് പറയാണ്, സീമ എന്ന് പറയാണ്, അല്ലെങ്കിൽ മല എന്ന് പറയാണ്, കാട് എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനൊക്കെ എന്തുണ്ട്, അർത്ഥമുണ്ട്. അതുപോലെ ചില പ്രത്യയങ്ങൾ, വിഭക്തി പ്രത്യയങ്ങൾ, ലിംഗപ്രത്യയങ്ങൾ, വചനപ്രത്യയങ്ങൾ, ഇതിനൊക്കെ എന്തുണ്ട്, പ്രത്യേകമായിട്ടുള്ള അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ അർത്ഥമുള്ള പ്രത്യയങ്ങളെയോ പദങ്ങളെയോ ആണ് നമ്മൾ രൂപിമം എന്ന് പറയുന്നത്. ക്ലിയർ. അതിൽ രൂപിമത്തിനെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ബദ്ധരൂപിമം എന്നും അതുപോലെ തന്നെ ആശ്രിത രൂപിമം എന്നും. ബദ്ധരൂപിമം എന്ന് പറഞ്ഞാൽ അതൊരു നാമമാണ്, അല്ലെങ്കിൽ പ്രകൃതി എന്നാണ് നമ്മൾ ഭാഷാശാസ്ത്രത്തിൽ വ്യാകരണത്തിൽ പറയുന്നത്. പ്രകൃതി എന്നാണ് പറയുന്നത്. പ്രകൃതി തന്നെയാണ് ബദ്ധരൂപിമം എന്ന് പറയുന്നത്. ക്ലിയർ. ഓക്കെ, അപ്പൊ അതിലിപ്പോ നമ്മൾ പറഞ്ഞ ഈ നമുക്ക് തന്നിട്ടുള്ള ഉദാഹരണത്തിലാണെങ്കിൽ മല എന്ന് പറയുന്നത് ഒരു ബദ്ധരൂപിമമാണ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ആശ്രിത രൂപിമം ഏതാണ്? ഉദാഹരണമായിട്ട് വരുന്നത് കൾ എന്നുള്ള ഉദാഹരണമാണ് അതിന്റെ ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പൊ ആശ്രിത രൂപിമം എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ചേർന്ന് നിൽക്കുന്ന രൂപിമം, ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രൂപിമത്തെയാണ് നമ്മൾ എന്ത് പറയാ, ആശ്രിത രൂപിമം എന്ന് പറഞ്ഞു. പ്രകൃതിയോട് എപ്പോഴും ചേർന്ന് നിൽക്കുക എന്താണ്, പ്രത്യയമാണ് ചേർന്ന് നിൽക്കുക, അല്ലെ? അത് ഏത് തരം പ്രത്യയമോ, ലിംഗപ്രത്യയമോ, വചനപ്രത്യയമോ, എന്തുമാകാം, വിഭക്തി പ്രത്യയമോ ഒക്കെ ആവാം. അപ്പൊ അതിൽ ഏത് പ്രത്യയമായിരുന്നാലും അതെന്താണ്, പ്രത്യയങ്ങളെല്ലാം എന്താണ്, ആശ്രിത രൂപിമത്തിന് ഉദാഹരണമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മിടുക്കന്മാരുടെ എന്ന് പറയാണ്. മിടുക്കന്മാരുടെ. ഓക്കെ, അപ്പൊ ഇതില് മിടുക്കൻ എന്നുള്ളത് എന്താണ്, ബദ്ധരൂപമാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ്. മിടുക്കൻ അല്ലെങ്കിൽ മിടുക്ക് എന്ന് പറയുന്നത് ഒരു പ്രകൃതിയാണ്. ഇതില് അൻ എന്ന് വരുന്ന ഭാഗം, അൻ എന്നുള്ളത് ഏത്, മിടുക്ക്. അൻ എന്ന് പറയുന്ന മിടുക്കൻ എന്നുള്ള അൻ എന്നുള്ളത് എന്ത് പ്രത്യയമാണ്, അൻ എന്നുള്ളത് ലിംഗപ്രത്യയമാണ്, അല്ലെ? പുല്ലിംഗ പ്രത്യയമാണ് അൻ എന്ന് പറയുന്നത്. മാർ എന്ന് പറയുന്നതോ, മാർ എന്നുള്ളത് വചന പ്രത്യയമാണ്, അല്ലെ? ഉഡേ എന്നുള്ളത്
സംബന്ധികയുടെ പ്രത്യയമാണ് ഉഡേ എന്ന് പറയുന്നത്. വിഭക്തി പ്രത്യയമായിട്ട് വരുന്നതാണ് ഉഡേ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതില് 3 ആശ്രിത രൂപങ്ങളാണ് മിടുക്കന്മാരുടെ എന്നതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വരുന്നതാണ് ആശ്രിത രൂപം. അപ്പൊ വൃദ്ധരൂപമോ ആശ്രിത രൂപമോ എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് ചോദിക്കുന്നത് സ്വനം, സ്വയമം, തരംഗ സിദ്ധാന്തം, കുടുംബവൃക്ഷ സിദ്ധാന്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഭാഷാശാസ്ത്രത്തില് ചോദിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള 6 യൂണിറ്റുകളിലൂടെയും കടന്നുപോയി. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ചു പോവുക. നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം നമുക്ക് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങളോട് പരിചയപ്പെടാൻ പറ്റും. 120 ചോദ്യങ്ങൾ പരിചയപ്പെടാൻ പറ്റും. 120 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ചോദ്യത്തിലും 4 ഓപ്ഷൻ വീതമുണ്ട്. അപ്പൊ 4 ഓപ്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ മറ്റുത്തരങ്ങൾ എന്തുകൊണ്ടായില്ല എന്നുള്ളത് കൂടി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. ഈ തവണ എല്ലാവരും എക്സാം എഴുതുന്ന എല്ലാവരും തന്നെ ക്വാളിഫൈ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.